നമസ്കാരം. ഭാരത് മാതാ കി ജയ്, ഇൻകുലാബ് സിന്ദാബാദ്, വന്ദേ മാതരം, ആസാദി. ഡൽഹിയിലെ ജന്തർ മന്ദറിന്റെ തെരുവുകളിൽ ആഴ്ചകളോളം മുഴങ്ങിക്കേട്ട ഈ മുദ്രാവാക്യങ്ങൾ കേവലം ശബ്ദകോലാഹലങ്ങളായിരുന്നില്ല. അധികാരവർഗത്തിന്റെ നെഞ്ചിലേക്ക് പ്രക്ഷോഭകാരികളായ യുവതലമുറ എയ്തുവിട്ട വിപ്ലവത്തിന്റെ അസ്ത്രങ്ങളായിരുന്നു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ രാജ്യത്തെ ജെൻസി തലമുറയും കോക്രോച്ച് ജനതാ പാർട്ടിയും പടുത്തുയർത്ത ചരിത്രപ്രസിദ്ധമായ പ്രക്ഷോഭത്തിന് മുന്നിൽ ഒടുവിൽ കേന്ദ്ര സർക്കാരിന് അടിയറവ് പറയേണ്ടി വന്നിരിക്കുകയാണ്. കടുത്ത ജനരോഷത്തിനും സമരങ്ങൾക്കും ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ യുവജന ശക്തിയുടെ തിളക്കമാർന്ന മറ്റൊരു അധ്യായം കൂടി കുറിക്കപ്പെടുകയാണ്. സാധാരണയായി ഭരണകൂടത്തിനെതിരെ ഉയരുന്ന സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ദേശവിരുദ്ധം അല്ലെങ്കിൽ അർബൻ നക്സൽ എന്ന് മുദ്രകുത്തി അടിച്ചമർത്തുന്ന പതിവ് തന്ത്രം ഇക്കുറി ഇവിടെ പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ BR അംബേദ്കറുടെയും ചിത്രങ്ങൾ നെഞ്ചിലേറ്റിയും ഭാരതാംബയോടുള്ള ഭക്തിയും ദേശീയതയും വാനോളം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നുമാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത്. ഇതോടെ സമരക്കാരെ ദേശവിരുദ്ധരാക്കാനുള്ള പലരുടെയും ശ്രമങ്ങൾ അടിയോടെ തകരുകയായിരുന്നു. ഈ ഇന്ത്യൻ ജെൻസി വിപ്ലവത്തിന് വൻ പിന്തുണയുമായി രാജ്യത്തെ പ്രമുഖ സെലിബ്രിറ്റികളും കായിക താരങ്ങളും ബോളിവുഡ് താരങ്ങളും വരെ രംഗത്തെത്തി. ഇൻസ്റ്റഗ്രാമിലും എക്സിലും ലക്ഷക്കണക്കിന് യുവാക്കൾ തീർത്ത ഡിജിറ്റൽ പ്രക്ഷോഭം തെരുവിലെ സമരത്തിന് വലിയ ഊർജ്ജമാണ് പകർന്നു നൽകിയത്. ഗാന്ധിജിയുടെയും അംബേദ്കറുടെയും ആശയങ്ങളെ മുൻനിർത്തി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒടുവിൽ വിദ്യാർത്ഥി സമൂഹത്തിന് മുൻപിൽ കേന്ദ്രത്തിന് ഉത്തരം പറയേണ്ടി വന്നു. ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള മൂന്നാം ഘട്ട നിർണായക ചർച്ചയ്ക്ക് തൊട്ടു മുൻപാണ് ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജി പ്രഖ്യാപിക്കുന്നത്. തന്റെ രാജിയപേക്ഷ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തതായി അദ്ദേഹം തന്നെ സമൂഹ മാധ്യമമായ എക്സിലൂടെ സ്ഥിരീകരിക്കുകയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു സമരക്കാർ. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കാതെ ഒരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ശനിയാഴ്ച രാവിലെയോടെ CJP നേതൃത്വം വ്യക്തമാക്കിയതോടെ സർക്കാരിന് രാജി എഴുതി വാങ്ങിയല്ലാതെ മറ്റു വഴികളില്ലാതെ വരികയായിരുന്നു. പ്രധാന രാജിയോടെ പ്രക്ഷോഭകർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുകയാണ്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ മുഴുവൻ കള്ളക്കേസുകളും തിരികെ പിൻവലിക്കുമെന്ന ഉറപ്പും കേന്ദ്രം നൽകി. ഇതിനൊപ്പം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ മാനസിക വിഷമത്തിൽ മനംനൊന്ത് ജീവനൊടുക്കേണ്ടി വന്ന നിരപരാധികളായ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്കും അർഹമായ നഷ്ടപരിഹാരവും സാമ്പത്തിക സഹായവും ലഭ്യമാക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച നടന്ന ചർച്ചയിൽ മറ്റു കാര്യങ്ങളിൽ ഉറപ്പ് നൽകിയെങ്കിലും മന്ത്രിയുടെ രാജിയുടെ കാര്യത്തിൽ മൗനം പാലിച്ച കേന്ദ്രം സമരം കൂടുതൽ ആളിപ്പടരുമെന്ന് കണ്ടതോടെയാണ് വഴങ്ങിയത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ ഉറച്ചുനിന്ന് പോരാടിയ സമരക്കാർക്ക് മുന്നിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ കേന്ദ്രം. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങി ലാത്തിചാർജിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുമായി മാധ്യമങ്ങളെ കണ്ടതും വിഷയത്തിൽ നൽകിയ കടുത്ത രാഷ്ട്രീയ മുന്നറിയിപ്പും കേന്ദ്രത്തിന്റെ കണക്കൂട്ടലുകൾ തിരിച്ചു. പ്രധാനെ മാറ്റി നിർത്താൻ തയ്യാറല്ലെന്ന കേന്ദ്ര നിലപാട് തള്ളിക്കളഞ്ഞ രാഹുൽ ഗാന്ധിയും CJP നേതാക്കളും സമരമുഖത്ത് ഉറച്ചു നിന്നു. മന്ത്രിയുടെ രാജിയോടെ നിർണായകമായ മറ്റൊരു ഉറപ്പ് കൂടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ചകളും പരീക്ഷാ ക്രമക്കേടുകളും തടയുന്നതിനായി കർശനമായ നിയമനിർമ്മാണത്തിന് കേന്ദ്രം തയ്യാറെടുക്കുകയാണ്. പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് പരീക്ഷാ തട്ടിപ്പിൽ ഏർപ്പെടുന്ന കുറ്റവാളികൾക്ക് 10 വർഷം വരെ തടവ് ശിക്ഷയും 10 കോടി രൂപ വരെ പിഴയും ചുമത്തും. കുറഞ്ഞ തടവ് ശിക്ഷ 3 വർഷത്തിൽ നിന്നും 5 വർഷമായി ഉയർത്തുകയും ചെയ്യും. പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജും പെല്ലറ്റ് പ്രയോഗവും നേരിട്ടിട്ടും ഒരടി പോലും പിന്മാറാതെ പൊരുതിയ CJPയുടെയും വിദ്യാർത്ഥികളുടെയും ഈ പ്രക്ഷോഭം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്നതാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് നീറ്റ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലിയ ആശ്വാസത്തിലുമാണ്. തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ യുവതലമുറ നേടിയെടുത്ത ഈ ഉജ്ജ്വല വിജയം വരും ദിവസങ്ങളിലും രാജ്യത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നേക്കും.